ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. ആദ്യത്തെ ടിപ്പ് പോലെ ടിന്നിൽ നമ്മൾ സാധനം മേടിക്കും. അപ്പോൾ അതിൻ്റെ ടോപ്പിലെ ആ അടപ്പ് നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ആ അടപ്പ് കൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീട്ടുമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഉണ്ട്. ഈ സൂത്രം അറിഞ്ഞാൽ വീട്ടുമാർ പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ടിംഗ് ബോർഡിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ സൂത്രം ഉപയോഗിച്ച് നമുക്ക് എത്ര കിലോ കണക്കിന് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും തന്നെ കൈ മുറിയാതെ കൈ വേദനിക്കാതെ നമുക്ക് വെജിറ്റബിളൊക്കെ എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ അടപ്പിൻ്റെ ആ കൊളുത്ത് ഭാഗം നമ്മുടെ ചൂണ്ടുവിരലിലോട്ട് ഇട്ടിട്ട് നമുക്ക് വെജിറ്റബിളെല്ലാം അവിടെ കൂട്ടിപ്പിടിച്ച് അരിയാവുന്നതാണ്, ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ കൈ മുറിയുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പേടി എന്തായാലും സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടും. ഇങ്ങനെ നമ്മൾ കയ്യിലോട്ട് അതിട്ടിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ മുറിയെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത്. അപ്പോൾ എത്ര കിലോ വെജിറ്റബിൾ ഉണ്ടെങ്കിലും നമുക്ക് അനായാസമായിട്ട് തന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള ടിന്നിൻ്റെ അടപ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ. രണ്ടാമത്തെ ടിപ്പ്, ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് എടുത്തിരിക്കുന്നത് ബേ ലീഫാണ്, 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആ കാപ്പിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ അലുമിനിയം ഫോയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ മടക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് കുറേ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിൻ ഉപയോഗിച്ച് അതിൽ കുറേ ഹോളിട്ട് കൊടുക്കുന്നു. കൊതുക്, ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ചെറിയ ജീവികൾ, അതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് മഴക്കാലത്ത് അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് തുരുത്തി ഒഴിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കാപ്പിപ്പൊടിയുടെ ആ ബേ ലീഫിൻ്റെയൊക്കെ സ്മെല്ല് ഈ ഇൻസെക്ട്സിനൊന്നും ഒട്ടും തന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓടിപ്പോകുന്നതിന് തന്നെ, ആ സ്ഥലത്തു നിന്ന് തന്നെ കബോർഡിൽ നിന്നൊക്കെ ഓടിപ്പോകുന്നതിന് തന്നെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളിങ്ങനെ ഇത് വെക്കുമ്പോൾ ആ ചെറിയ പ്രാണികളൊക്കെ വന്ന് മുട്ടയിടുന്നതും ഒക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെ ആ ചെറു പ്രാണികളെയൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രത്യേകിച്ച് കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ സ്മെല്ല് ഈ ചെറിയ ജീവികൾക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ബാത്റൂമിൽ കൊണ്ടുവെക്കാം. ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവെക്കാം. അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് ബേ ലീഫ് ഇട്ടിട്ട് അത് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് കൊണ്ടുവെക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ തീപ്പെട്ടി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ തീപ്പെട്ടി കത്തിച്ചൊന്നും എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. തണുത്തിങ്ങിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഈർപ്പ് ഭയം കാരണമായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് ആ തീപ്പെട്ടിക്ക് അകത്തേക്ക് നമുക്ക് കുറച്ച് അരിമണികൾ ഇടാം. അപ്പോൾ ആ ഈർപ്പമൊക്കെ അരിമണികൾ വലിച്ചെടുക്കും. അപ്പോൾ ആ തീപ്പെട്ടി നന്നായിട്ട് കത്തിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. പിന്നീട് തീപ്പെട്ടി എടുത്ത് കത്തിക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് കത്തി കിട്ടുന്നതായിരിക്കും. നാലാമത്തെ ടിപ്പ്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതന്നെ ഗ്യാസിലോട്ട് വെക്കുന്നു. ഗ്യാസ് ഓണാണ്. ഇനി അത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് തണുക്കാനായിട്ട് വെക്കുന്നു. തണുത്ത് കഴിഞ്ഞിട്ട് ആ ലീഫൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുപ്പിയിൽ അടപ്പിന് ഹോൾ ഇട്ടിട്ട് അതിലാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ
അതുപോലെ നമ്മൾ ഇൻഡോറായിട്ട് പ്ലാന്റ് ഒക്കെ വളർത്തുമ്പോൾ അതിൻ്റെ അടുത്ത് ചെടിയുടെ ചോട്ടിലല്ല, അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ചെറു പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ആ ചെടിയുടെ അടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രാണികളൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 5 പൈസ ചിലവില്ലാതെ നമുക്ക് നല്ലൊരു റൂം ഫ്രഷ്നർ, നല്ല നാച്ചുറലായിട്ടുള്ള റൂം ഫ്രഷ്നർ തന്നെയാണ്. കൊതുകിനെ, ഈച്ചയും പിന്നെ ചെറിയ പ്രാണികളൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാനൊന്നും മറന്നു പോകരുത്. ലീഫ് അല്ലെങ്കിൽ നമ്മൾ വഴനയില എന്ന് പറയും. അപ്പോൾ വഴനയില എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കത് കളയണ്ട, അത് ഡ്രൈ ആയിട്ട് നമുക്ക് കൊതുകിനെ ഓടിക്കാനായിട്ട് നമ്മൾ പോയിക്കൂല, ആ കൂട്ടത്തിൽ ഇട്ടാൽ മതി. നല്ലൊരു റിപ്പലൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുവേ. 5ാമത്തെ ടിപ്പ്, കാപ്പിപ്പൊടിയിലേക്ക് നമുക്ക് തീപ്പെട്ടിക്കൊള്ളി ഇട്ട് നോക്കാം. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഇട്ടാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കായിരിക്കില്ല പെട്ടെന്ന് ഈച്ചയുടെയും കൊതുകിൻ്റെയും ഒക്കെ ചെറു പ്രാണികളുടെ ഒക്കെ ശല്യം വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ തുരുത്തി ഓടിക്കാൻ പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഞാൻ എടുത്താൽ മതി. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത്, ആ പാത്രം നല്ല പാത്രമായതുകൊണ്ട് ആ കപ്പൊടി കത്തുമ്പോൾ ആ പാടൊന്നും പൊടി ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇത് കത്തി തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഡോറും വിൻഡോയും ഒക്കെ അടച്ചിടണം. കാരണം പിന്നീട് വെളിയിൽ നിന്ന് കൊതുകിനെ ഒന്നും, നമ്മൾ അകത്തുള്ള കൊതുകിനെ എല്ലാം വെളിയിലോട്ട് ഓടിച്ചാണ്, പിന്നീട് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വരരുത്. അപ്പോൾ വിൻഡോയും ഡോറും ഒക്കെ അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 5-6 തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് കപ്പപ്പൊടിയിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അകത്തി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒന്നും മുട്ടിക്കിടക്കരുത്, അകത്തി സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരാഴ്ചയോളം ഉപയോഗിക്കാവുന്നതാണ്. കാരണം ആ തീപ്പെട്ടിക്കൊള്ളി കത്തി കഴിയുമ്പോഴത്തേക്ക് ഈ കൊതുകൊക്കെ പോയിട്ടുണ്ടാകും. പിന്നീട് അതിനകത്ത് പുകഞ്ഞ് വരുന്നതൊക്കെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് എടുത്തണം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ സന്ധ്യയ്ക്ക് ഇതുപോലെ കത്തിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ കട്ടൻ്റെ അടുത്തൊന്നും കൊണ്ടുവെക്കരുത്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൊച്ചുകുട്ടിയുടെ അടുത്തൊന്നും കൊണ്ടുവെക്കരുത്, അവർ അറിയത്തില്ല. അപ്പോൾ അവർ എടുക്കുക, കൈയൊക്കെ പൊള്ളും. അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിക്ക്, ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എന്നെ വിളിച്ച് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.